എന്ന് പറയാ നമുക്ക് വളരെ ഫീൽ ആവുന്ന വളരെ ഇന്റൻസ് ആയിട്ടുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു സർവൈവൽ പടമാണ് ലോസ്റ്റ് ബസ്. കാട്ടുതീയിൽ പെട്ടുപോയിട്ടുള്ള ഒരു ബസ് ഡ്രൈവറും ബസ്സിലുള്ള കുറച്ചധികം കുട്ടികളും അവരുടെ ടീച്ചറും ഇവരെങ്ങനെ ആ ഒരു കാട്ടുതീയിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ രക്ഷപ്പെടുമോ ആ ഒരു സംഭവമാണ് ഈ സിനിമ പറയുന്നത്. ഒപ്പം തന്നെ ആ കാലിഫോർണിയയുടെ ഈ വൈൽഡ് ഫയർ വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ള വൈൽഡ് ഫയർ ആണ്. അപ്പൊ അതിന്റെ കുറെ ഇമേജസും വിഷ്വൽസും ഇവരിങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ബസ്സും ഈ ബസ്സിന്റെ ഉള്ളിലെ കുട്ടികളും ഈ ഡ്രൈവറും ഈ ടീച്ചറുമാണ്. മാത്യു മെക്കനോയുടെ അറിയാലോ ഇന്റർസ്റ്റെല്ലാറിലുള്ള പോലെ തന്നെ ഇതിലും വളരെ ഇമോഷണലി ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചേക്കുന്നത്. അമിൻ കെ ഫെരാരിയും അത്യാവശ്യം നല്ല അഭിനയമാണ് വെച്ചേക്കുന്നത്. ഇവരുടെ ആ ഒരു എനർജറ്റിക് അല്ല, ഇവരുടെ ആ ഒരു ഏണസ്റ്റ് ആയിട്ടുള്ള വളരെ എന്താ പറയുക കമ്മിറ്റഡ് ആയിട്ടുള്ള ആ പെർഫോമൻസും ഗ്രാൻഡ് മേക്കിംഗ് പറഞ്ഞേ പറ്റൂ. കാരണം ഇതുപോലത്തെ ഒരു കാട്ടുതീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ പലതരത്തിലുള്ള VFX പ്രശ്നങ്ങളും പല പോരായ്മകളൊക്കെ വരാം. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ റിയൽ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരോടൊപ്പം ആ ബസ്സിൽ പോണ പോലത്തെ ഒരു പ്രതീതിയാണ് എനിക്ക് കിട്ടിയത്. കാരണം അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ്, ക്യാമറ വർക്കാണ്, ലൈറ്റിങ്, പിന്നെ എന്താ പറയുക സെറ്റ് ഇട്ടേക്കണതും എല്ലാം കൊണ്ടും ടെക്നിക്കൽ ബ്രില്യൻസ് വളരെയധികം ഒത്തു വന്നിട്ടുണ്ട്.